തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, മന്ത്രിസഭ അധികാരമേറ്റു. ഇനി ആരാകും KPCC അധ്യക്ഷൻ? അതിനുള്ള തർക്കങ്ങളും ചർച്ചകളും പിടിവലികളുമാണ് ഇനി കാണാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ ചില ആളുകൾ ഡൽഹിയിലേക്ക് വിമാനം കയറി AICC നേതൃത്വത്തെ കണ്ടു. KPCC അധ്യക്ഷനാവാനുള്ള അവകാശവാദവും ഉന്നയിച്ചു കഴിഞ്ഞു. 3 MP-മാരുടെ പേരുകളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്: ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, കൊടിക്കുന്നിൽ സുരേഷ്. ഈ 3 പേരും 3 തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ബെന്നി ബെഹനാൻ MP തൽക്കാലം അവകാശവാദങ്ങളൊന്നും തന്നെ ഉന്നയിക്കുന്നില്ല. നേരത്തെ KPCC അധ്യക്ഷന്മാരുടെ പേര് പ്രഖ്യാപിച്ചപ്പോൾ ആന്റോ ആന്റണി MPയുടെയും അഡ്വക്കേറ്റ് സണ്ണി ജോസഫിൻ്റെ പേരുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നും ആന്റോ ആന്റണി MPയെ മാറ്റിയതിനു ശേഷമാണ്, അല്ലെങ്കിൽ ഒഴിവാക്കിയതിനു ശേഷമാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നത്. അന്ന് ചില ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അനുസരിച്ചാണ് ചിലർ ഡൽഹിയിലേക്ക് വിമാനം കയറിയതെന്നും പറയുന്നു. എന്തായാലും ഡൽഹിയിലെ ചർച്ചകൾ തൽക്കാലം അവിടെ അവസാനിച്ചു. ഇപ്പോൾ അത് നിർത്തിവച്ചിരിക്കുകയാണ്. താമസിയാതെ തന്നെ KPCC അധ്യക്ഷൻ ആരാകും എന്നുള്ള കാര്യത്തിൽ ചർച്ചകൾ തുടങ്ങും. ഇതിൽ മതസാമുദായിക അടിസ്ഥാനത്തിൽ വേണമോ, അതല്ല പരിചയസമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണമോ? ഇത്തരത്തിൽ 2-3 കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതോ തെക്ക് നിന്ന് വേണമോ, വടക്ക് നിന്ന് വേണമോ? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ AICCയുടെ മുന്നിലുണ്ട്. തൽക്കാലം AICC KPCC അധ്യക്ഷൻ എന്ന ചർച്ച നിർത്തിവച്ചിരിക്കുകയാണ്. ആ അധ്യായം അടച്ചിട്ടില്ല എങ്കിലും ചിലർ പലപ്പോഴായി AICC നേതൃത്വത്തെ ഇക്കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രിസഭ അധികാരമേറ്റു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒന്ന് അടങ്ങിയതിന് ശേഷം KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയാണ് ഇപ്പോൾ AICC തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഈ ചർച്ച സജീവമാകും. ഇതിൽ വലിയ തരത്തിലുള്ള പിടിവാശിയൊക്കെ ചിലർ കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഭരണമിരിക്കുമ്പോൾ KPCC അധ്യക്ഷനാവുക എന്നുള്ളത് ഒരു മന്ത്രിക്ക് തുല്യം എന്നാണ് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷന് അല്പം വിലയും നിലയുമൊക്കെ ഉള്ള സമയമാണ് സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ. ആ ഒരു കണക്ക് കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് പലരും KPCC അധ്യക്ഷ പദവിക്കായി വേഷമിടുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, AICC അങ്ങനെ പെട്ടെന്നൊരാളിലേക്ക് എത്തില്ല. വലിയ ചർച്ചകൾ നടത്തും. അതിനുപരിയായി ഗ്രൂപ്പ് സമവാക്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. നേരത്തെ അല്പമൊന്ന് പിന്നോക്കം പോയ KC വിഭാഗവും അല്ലെങ്കിൽ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നും, അതല്ല VD സതീശനെ പിന്തുണയ്ക്കുന്നവരാണോ, അതിനുമപ്പുറം മറ്റു ചില എന്തെങ്കിലും കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണോ എന്നുള്ളതൊക്കെ KPCC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. KPCC അധ്യക്ഷൻ മാത്രമല്ല, DCC അധ്യക്ഷനെയും ഭാരവാഹികളും തിരഞ്ഞെടുക്കുന്നത് പോലും ഇപ്പോൾ പാർട്ടി നേതൃത്വത്തിൻ്റെ ചിന്തയിലുണ്ട്. നേരത്തെ പല പ്രാവശ്യം മാറ്റിവെച്ചതായിരുന്നു DCC പുനഃസംഘടന, അല്ലെങ്കിൽ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളുടെ പുനഃസംഘടന. അതും വേഗത്തിൽ നടത്തുന്നതിനെക്കുറിച്ച് AICC നേതൃത്വവും KPCCയും ഒക്കെ ആലോചിക്കും. ആദ്യം KPCC, പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ, അങ്ങനെയായിരിക്കും ചർച്ച വരാൻ സാധ്യത. നേരത്തെ പറഞ്ഞതനുസരിച്ച് DCC ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഗ്രൂപ്പുകളോ സാമുദായികപരമായ പരിഗണനകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ എങ്ങനെയാകുമെന്നുള്ളത് കണ്ടറിയാം. എന്തായാലും കൊടിക്കുന്നിൽ സുരേഷും ആന്റോ ആന്റണി MPയും ഒക്കെ വളരെ വാശിയോടെ തന്നെ KPCC അധ്യക്ഷ പദവിയിലെത്താൻ ഇപ്പോഴുണ്ട്. ഇവർ മാത്രമല്ല, ഇനി ചില പുതിയ മുഖങ്ങൾ കൂടി എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ചർച്ച നടത്തിയതുപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചും കേരളം കേന്ദ്രീകരിച്ചുമൊക്കെ വലിയ തരത്തിലുള്ള ചർച്ചകൾ KPCC അധ്യക്ഷൻ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.